ആദ്യം കുറച്ച് പാടായിരുന്നു, കാരണം എനിക്കിതിന്റെ ബേസിക്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. ആ സമയം ഫസ്റ്റ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ. സാർ വന്നിട്ട് ഫസ്റ്റ് പറഞ്ഞ കാര്യം റിവിഷൻ. ആ റിവിഷൻ സ്ട്രാറ്റജിയിലോട്ട് പോയി. പിന്നെ രാജേഷ് സാർ എങ്ങനെ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് പഠിപ്പിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അവിടെ ഡെയിലി നെറ്റ് ഉണ്ടായിരുന്നു, ME ഉണ്ടായിരുന്നു. ഒരേ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അനലൈസ് ചെയ്യും, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ കൂടെ കൂടുതൽ കിട്ടണമെങ്കിൽ. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റാങ്കാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വെരി വെരി സ്പെഷ്യൽ. 900 ചില്ലാനുപേരുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 ഒരാളാവുക, അതുപോലെ 7ാം റാങ്ക് സ്വന്തമാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 1ാം റാങ്കിൽ നിന്ന് എത്ര മാർക്കിന്റെ വ്യത്യാസം ഉണ്ട്? ഒരു മാർക്ക്, 2 മാർക്ക്, 2 മാർക്കിന്റെ വേരിയേഷനിലാണ് 7ാം റാങ്കിലേക്ക് അൻഷാദ് വന്നത്. പക്ഷെ അതെപ്പോഴും നമുക്കൊരു 1ാം റാങ്കിന്റെ മധുരം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അൻഷാദിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. JCI പരീക്ഷയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് സഹകാരിയുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് അൻഷാദ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ JCIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അതിന്റെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്റെ റാങ്ക് ആക്ച്വലി വന്നിട്ടില്ല, കാരണം നമ്മുടെ ഇന്റർവ്യൂ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്റർവ്യൂടെ കഴിഞ്ഞാൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് JCIയുടെ പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് അൻഷാദിന്റെ മനസ്സിൽ എന്തായിരുന്നു ഒരു ഫീൽ എന്തായിരുന്നു? കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ റിവിഷൻ, അവരുടെ പാറ്റേണും കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല വന്നത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു അറ്റംപ്റ്റ് ചെയ്താലേ മാർക്ക് കയറും. നമ്മൾ അറ്റംപ്റ്റ് കൂട്ടണം എന്നുള്ളതാണ് അല്ലെ. അതായത് നമുക്കിപ്പോ പഠിച്ചു, നമ്മൾ ഓക്കെ ആണ്, ആദ്യം മൈനസ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അറ്റംപ്റ്റ് കുറച്ച് വെച്ചു അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് ഏകദേശം 60 മാർക്കുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് JCI ലിസ്റ്റിൽ വരും, പക്ഷെ എപ്പോഴും ആദ്യ ഭാഗത്തേക്ക് വരികയും അതുപോലെ റിസൾട്ട് ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും ചാടിക്കറി അറ്റംപ്റ്റ് കൂട്ടാനല്ല പറയുന്നത്. നിങ്ങളുടെ ആ പെർഫോമൻസ് ലെവൽ പീക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചാൻസ് എടുക്കുന്നതിനുള്ള സാധ്യതകൾ നമുക്ക് ഈ പരിശീലനത്തിന്റെ ഇടയിൽ നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പരിശോധിച്ച് നോക്കിയായിരുന്നു നമ്മുടെ ഈ മോഡൽ എക്സാമിനേഷൻസ് നടക്കുന്ന സമയത്ത്. അതെ, മോഡലിന് അറിയാനുള്ളത് മാത്രമേ ഞാൻ ആദ്യം ചെയ്യുള്ളൂ. എന്നിട്ട് എത്ര ക്വസ്റ്റ്യൻ വിട്ടു നോക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ, അതിന്നൊരു 10 ക്വസ്റ്റ്യൻ ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്നൊരു 4 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. രാജേഷ് സാർ പണ്ടേ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു 50-50 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് അത് ചിലപ്പോൾ നഷ്ടം വരില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. എന്താണ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്കും 50ഉം അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താണ് ഹെഡും ടൈലും വീഴാൻ എപ്പോഴും ഈക്വൽ ചാൻസ് ആണ്. അപ്പോൾ ആ ഒരു ചാൻസ് നമുക്ക് എടുക്കാം. പക്ഷെ 4-1 ചാൻസ് എടുത്താൽ പണി പാളും എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമുക്ക് 2 എണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞാലും മറ്റേ 2 എണ്ണം ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പരീക്ഷയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സേഫ് സോണിൽ നിന്നു, കുറച്ച് സേഫ് ആയി നിന്നു. പിന്നെ രണ്ടാമത് കേരള ബാങ്ക് വന്നപ്പോൾ കുറച്ചും കൂടെ അറ്റംപ്റ്റ് അറ്റംപ്റ്റ് കുറച്ചുകൂടെ കൂട്ടി, കുറച്ചുകൂടെ സേഫ് സോണിൽ നിന്ന് നിൽക്കാതെ തന്നെ നമുക്ക് ആ ഒരു 50-50 ചാൻസും കൂടെ എടുത്തു. അതാണ് അൻഷാദിനെ 7ാം റാങ്കിലേക്ക് എത്തിച്ചത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പരിശീലിക്കാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ അൻഷാദെ, നമുക്ക് ഡിഗ്രി ഏതായിരുന്നു? ബികോം കോർപ്പറേഷൻ ആയിരുന്നു. ബികോം കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? കഴിഞ്ഞിട്ടും തന്നെ ഇതിന്റെ ഇത് വന്നു. കറക്റ്റ് ടൈം ആയിരുന്നു. നേരെ ഡയറക്റ്റ് സഹകാരിയിൽ കയറി. ഓക്കെ, സഹകാരി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ആദ്യം കുറച്ച് പാടായിരുന്നു, കാരണം എനിക്ക് ഇതിന്റെ ബേസിക്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. ആ സമയം വന്നപ്പോ അവിടെ കുറെ പേർക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ആ സമയമാണ് ഫസ്റ്റ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ. സാർ വന്നിട്ട് ഫസ്റ്റ് പറഞ്ഞ കാര്യം റിവിഷൻ. ആ റിവിഷൻ സ്ട്രാറ്റജിയിലോട്ട് പോയി. പിന്നെ രാജേഷ് സാർ എങ്ങനെ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് പഠിപ്പിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഒരു കാര്യം ചുമ്മാ വായിക്കാൻ അല്ലാതെ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഈ 2 കാര്യങ്ങളും കൊണ്ട്. പിന്നെ അവിടെ ഡെയിലി നെറ്റ് ഉണ്ടായിരുന്നു, ME ഉണ്ടായിരുന്നു. ഒരേ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അനലൈസ് ചെയ്യും, നമുക്കിനി എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം ഒരു ക്വസ്റ്റ്യനും കൂടെ കൂടുതൽ കിട്ടണമെങ്കിൽ. അങ്ങനെയാണ്. അപ്പോൾ ഒരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന പരിപാടി നമ്മൾ പലരും ചെയ്യാത്തതാണ്. നമ്മൾ പഠിക്കും, പരീക്ഷ എഴുതും, മാർക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ച് വിഷമിക്കും, കളയും. അപ്പോൾ ഒരു കഴിഞ്ഞ പരീക്ഷയെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അതിനെ കീറി മുറിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ചോദ്യം എഴുതാൻ പറ്റാത്തത്? പല കാരണങ്ങളായിരിക്കില്ലേ. എന്തുകൊണ്ടാണ് നമുക്കൊരു ചോദ്യം എഴുതാൻ പറ്റാത്തത്? ഒന്നുകിൽ ഞാനിത് പഠിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഇത് എഴുതാൻ കോൺഫിഡൻസ് ഇല്ല, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചത് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ 3-4 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് എഴുതാതിരിക്കുന്നത്. അപ്പോൾ എത്ര ചോദ്യങ്ങൾ പഠിക്കാത്തത് കൊണ്ട് വിട്ടുപോയി, എത്ര ചോദ്യങ്ങൾ കൺഫ്യൂഷൻ കൊണ്ട് വിട്ടുപോയി, അതുപോലെ എത്ര ചോദ്യങ്ങൾ നമുക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ വിട്ടുപോയി. ആ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ കാരണങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യക്തമായ ശ്രമം, അല്ലേ? അതെ, നമുക്കിപ്പോ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നമുക്ക് അറ്റംപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തത്. ഈ മേഖലയും ചിലപ്പം
നേരത്തെ ഒരു നമ്മള് ലാസ്റ്റ് 2 മാസം കൊണ്ട് 60 ആ. ME നമ്മൾ ചെയ്തു, അതെ. 2 ME വെച്ച്. അപ്പൊ അതൊക്കെ കൊണ്ട് കുറെ ബെനിഫിറ്റ് ഉണ്ടായി. അപ്പൊ ഈ പറഞ്ഞ ഓരോ എക്സാമിനേഷനും അല്ലെ, ഓരോ മോഡൽ എക്സാമിനേഷൻസ്, അപ്പൊ ഈ രണ്ട് മോഡൽ എക്സാമിനേഷൻസ് ആണ് അവസാനത്തെ 60 ദിവസം നമുക്ക് നടന്നത്. അപ്പൊ ഓരോ മോഡൽ എക്സാമിനേഷനും കഴിയുന്നിടത്തോളം നമ്മളിങ്ങനെ തേച്ച് മിനുക്കി രാഗി മിനുക്കി വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അതേ സ്ട്രാറ്റജി നമ്മുടെ കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഔട്ട്കം ആണ് ഇപ്പോൾ നിലവിൽ കേരള ബാങ്കിൽ വന്നിട്ടുള്ള റാങ്കിന്റെ ഒരു 70% സഹകാരി എന്ന സ്ഥാപനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ വരുന്ന JSCയിലും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ മോനെ, അൻഷാദിനെ കുറിച്ച് പൊതുവെ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊതുവെ കിട്ടുന്ന ഒരു അറിവെന്ന് പറയുമ്പോഴത്തേക്കും സൈലന്റ് ആണല്ലേ അൻഷാദ്? അൻഷാദ് ഒരു മൂലയിലിരിക്കും. ഞാൻ വഴക്കുറഞ്ഞിട്ടുണ്ടോ? തന്നെ വഴക്കുറേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. സ്വാഭാവിക. ഓക്കെ. വീക്ക്ലി എക്സാമിനേഷനൊക്കെ നീ ഉഴപ്പാറുണ്ടല്ലേ ഇടയ്ക്കൊക്കെ? തുടക്കത്തിലൊക്കെ ഉഴപ്പുണ്ടായിരുന്നു. പിന്നെ വന്ന് മന്ത്ലിയോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒക്കെ അല്ലെ ഒരേ തെറ്റുകളിൽ നിന്നും മനസ്സിലാക്കി മുന്നോട്ട് വരണം. അതായത് അൻഷാദിന്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞത്, നമ്മൾ ഈ താറാവ് വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ഈസി ആയിട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും ഇറ്റ്സ് എ വെരി ഈസി പ്രോസസ് എന്ന്. പക്ഷെ നമ്മളാരും കാണുന്നില്ല, അത് അതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ശക്തിയായി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളാരും കാണുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് അൻഷാദിന്റെ പ്രവർത്തനത്തെ ഒന്ന് ഊഹിച്ചത്. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ ഏകദേശം അല്ലേ കുറച്ചു കാലം മുന്നേ വേറൊരു B ബാച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം JSC തുടങ്ങിയപ്പോഴത്തേക്ക് വന്ന ബാച്ചിലാണ് അൻഷാദ്. ഏകദേശം കുറഞ്ഞ സമയത്തിനുള്ളിൽ ആണ് അൻഷാദ് ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നത്. അപ്പൊ അങ്ങനെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രാറ്റജിക്ക് പുറമെ അൻഷാദിന്റെ പേഴ്സണലായിട്ട് എന്തൊക്കെയാണ് അൻഷാദ് ചെയ്തിട്ടുണ്ടായത്? അതായത് നമുക്കിപ്പോ വീട്ടിൽ വന്നിട്ടുള്ള പഠനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? ഞാൻ ഒരു 6 മാസം ഫുള്ളും സഹകാരി തന്നെയായിരുന്നു. നൈറ്റും ഒക്കെ ഇരിക്കുവായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ട് വീട്ടിൽ വന്നിട്ട് ഇവിടത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ റിവിഷൻ, അതായിരിക്കും എന്റെ ഫോക്കസ്. ഞാൻ ബ്രേക്ക് എടുക്കാതെ ഡെയിലി ഉള്ള ടോപ്പിക് അങ്ങനെ തന്നെ പഠിച്ചു പോകാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം എനിക്ക് എടുത്ത് ചോദിക്കാനുണ്ട്. അതായത് നമ്മൾ ഈ പഠിച്ച് നമുക്ക് ക്ഷീണിക്കുമല്ലോ, ക്ഷീണിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇനി കണ്ടൊന്നും കയറണില്ല, നമ്മൾ ബ്ലാങ്ക് അങ്ങോട്ട് നിറഞ്ഞു, ആ ഒരു അവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ടാവും. കാര്യം അങ്ങനെ സിറ്റുവേഷൻ എങ്ങനെ ബ്രേക്ക് എടുക്കുന്നത്, എങ്ങനെ ഫ്രീ ആകുന്നത് എങ്ങനെ? പുറത്ത് പോകും, ഗ്രൗണ്ടിൽ പോയി 2 ഓട്ടോ ഒക്കെ ഓടും, അപ്പൊ മെന്റൽ ഹെൽത്ത് മനസ്സിലാവും, പിന്നെ തിരിച്ചു വരും, വീണ്ടും വായിക്കും. വെരി ഗുഡ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. കാരണം ആദ്യ റാങ്കുകൾ മേടിച്ച ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിക്കുകയാണ് എന്ന് കരുതി നമ്മുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ 24 മണിക്കൂറും പുസ്തകത്തിന്റെ മുമ്പ് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കുക. എപ്പോഴാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ക്വാളിറ്റി ടൈം അല്ല, അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നില്ല, സോ യു ആർ ടയേർഡ്. അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സർഷനിലോ എന്തെങ്കിലും ആക്ടിവിറ്റിയിലോ ബ്രെയിന് റെസ്റ്റ് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. അത് കൃത്യമായിട്ട് അൻഷാദ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും പറയാറുണ്ട്, പ്രാക്ടീസ് അല്ല, അതിനു മുന്നേ ആദ്യം പഠിക്കുക, പിന്നെ റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും 3 കാര്യങ്ങൾ സഹകാരി പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ട് തലേദിവസം കുറെ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ പെർഫോമൻസിൽ അവസാനം നീ ഒരു 1.5 മണിക്കൂർ പെർഫോമൻസിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫോക്കസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കാംനെസ് മെയിൻറ്റെയിൻ ചെയ്തത്? പരീക്ഷയ്ക്ക് മുമ്പേ എന്തായാലും ടെൻഷൻ കാണും, സ്വാഭാവികം. പക്ഷെ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും എക്സാം എഴുതിയിട്ടാണ്, സഹകാരിന്ന് ഇത്രയും എക്സാം എഴുതിയിട്ടാണ് വന്നത്. ആ ഒരു കോൺഫിഡൻസ് മനസ്സിൽ വേണം. പിന്നെ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ചാൽ നമുക്ക് ലാസ്റ്റ് പറഞ്ഞ പോലെ കുറെ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല, തിങ്കിങ് തന്നെ മാറി. പിന്നെ രാജ സാർ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ച ആൻസേഴ്സ് തിളങ്ങും എന്നൊരു രീതി. അതെ, കഷ്ടപ്പെട്ട് പഠിച്ചാലേ കഷ്ടപ്പെട്ട് പഠിക്കുന്നവന്റെ മുന്നിൽ ഇരുന്ന ആൻസേഴ്സ് ഇങ്ങനെ വെട്ടിത്തിളങ്ങും. അത് നമ്മൾ എടുത്താൽ മതി അല്ലേ? അങ്ങനെ വളരെ കാമായിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വലിയൊരു വിജയത്തിലാണ് അൻഷാദ് നിൽക്കുന്നത്. അൻഷാദ് നമ്മുടെ ഇനി വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവരുടെയും സ്വപ്നമാണ് ആദ്യത്തെ ഒരു റാങ്ക്, അല്ലെ ആദ്യത്തെ 10ൽ വരുന്ന റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അൻഷാദിന് എന്താണ് പറയാനുള്ളത്? പരിശ്രമിച്ചാൽ മതി, കിട്ടും.